സമീപകാലത്ത് നിരവധി യുവതികൾ വീടുകളിൽ ജീവനൊടുക്കിയ വാർത്ത നമ്മൾ കേട്ടിരുന്നു. അതിനു പിന്നിൽ ഗാർഹിക പീഡനവും സ്ത്രീധനവും ഒക്കെയാണ് കാരണമാകുന്നത്. എന്നാൽ കൊല്ലം പരവൂരിൽ യുവ അഭിഭാഷക അനീഷ്യ ആത്മഹത്യ ചെയ്ത സംഭവം നമ്മുടെ തൊഴിലിടങ്ങളിലെ ദുസ്സഹമായ സാഹചര്യങ്ങൾ തുറന്നു കാട്ടുന്നതാണ്. പരവൂർ മുനിസിപ്പൽ കോടതിയിലെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറായ അനീഷ്യ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും സമ്മർദ്ദം നേരിടുന്നതായി വ്യക്തമാക്കുന്ന യുവതിയുടെ ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നിരുന്നു. ഇത്രയും അന്യായത്തിന് എത്രയും പേര് ഒരുമിച്ച് കൂട്ടി നീങ്ങുമ്പോൾ ഒരു സത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ സത്യം അതിനെനിക്ക് ഡോക്യുമെന്റ്സ് ഉണ്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ സത്യവും അതിനുള്ള തെളിവുകളും മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. വേറൊന്നും എൻ്റെ കയ്യിലില്ല. ഈ പറയുന്നിടത്തെല്ലാം കയറി ഇറങ്ങി നടന്ന് ഇത് തെളിയിക്കണ്ടേ, ഇത് കാണിക്കണ്ടവൻ എനിക്കതിനുള്ള ഇത് കിട്ടുന്നില്ല. എനിക്ക് എന്താ ചെയ്യുക, എന്തോ ഞാൻ ചെയ്യുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. എൻ്റെ കയ്യിൽ നിന്ന് പോയി. സോറി. പരവൂർ മുനിസിപ്പൽ കോടതിയിലെ അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ അനീഷ്യ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പുള്ള ശബ്ദ സന്ദേശങ്ങളാണ് പുറത്തു വന്നത്. മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും സമ്മർദ്ദം നേരിടുന്നതായാണ് സന്ദേശങ്ങളിൽ പറയുന്നത്. ഒട്ടേറെ പ്രതിസന്ധികൾ തരണം ചെയ്ത് ഏറെ കഷ്ടപ്പെട്ട് പഠിച്ചാണ് താനും ഭർത്താവും ഇപ്പോഴത്തെ നിലയിലെത്തിയത്. ജോലി ചെയ്യാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. തെറ്റിനു കൂട്ടുനിൽക്കാത്തതിന് നിരന്തരം മാനസിക പീഡനം നേരിടുകയാണെന്നും ആത്മഹത്യയുടെ വക്കിലാണെന്നും അടുത്ത സുഹൃത്തുക്കൾക്ക് അയച്ച സന്ദേശങ്ങളിൽ പറയുന്നു. കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് പരസ്യമാക്കിയെന്നും ശബ്ദരേഖയിൽ പറയുന്നുണ്ട്. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറയാം. അതല്ലാതെ ഒരുത്തന് കോടതിയിൽ പോകാതിരിക്കാൻ വേണ്ടി ഞാൻ അവൻ്റെ കോപ്പി മേടിക്കണം, അവനെ സപ്പോർട്ട് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം. എൻ്റെ CR പബ്ലിക്കായിട്ട് അവിടെ ഇരുന്ന് അതും ചെയ്ത് എല്ലാവരും കാണുക, എന്നെ ഹരാസ് ചെയ്ത് എനിക്ക് ശരിക്കും അങ്ങ് മരിച്ചു കളഞ്ഞാലോ എന്ന് വരെ തോന്നി. കേസുകളിൽ നിന്ന് വിട്ടുനിൽക്കാനായി അവധിയെടുക്കാൻ സഹപ്രവർത്തകരിൽ നിന്ന് സമ്മർദ്ദമുണ്ടായതടക്കമുള്ള കാര്യങ്ങൾ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിക്കുന്നു. ജോലിയിൽ നേരിടുന്ന വിവേചനങ്ങളും മാനസിക സമ്മർദ്ദവും സംബന്ധിച്ച് ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് അനീഷ്യ പരവൂർ മുനിസിപ്പൽ മജിസ്ട്രേറ്റിന് വാട്സാപ്പിൽ പരാതി നൽകിയതായാണ് സൂചന. നിർണായക വിവരങ്ങൾ ഉൾപ്പെടുന്ന ഡയറിയും ബന്ധുക്കൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഞായറാഴ്ചയാണ് യുവതിയെ വീട്ടിലെ കുളിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാനസികമായി തകർക്കുമ്പം തൻ്റെ ഭാഗത്ത് ന്യായമാണ് എന്നുള്ള വിശ്വാസമുള്ളതുകൊണ്ട് കക്ഷി അതിനെ എതിർത്തു. അതിനെ എതിർക്കുമ്പോൾ അതിൻ്റെതായ ശക്തമായ രീതിയിൽ വീണ്ടും കക്ഷിയെ മാനസികമായി പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു. കേരളത്തിൽ ജോലി ചെയ്യുന്നതിലുണ്ടാകുന്ന തിക്തഫലം, അതിൻ്റെ ഒരു റിസൾട്ട് അതാണ് ഈ കിടക്കുന്നത്. ഇപ്പോൾ ഇതൊരു രണ്ടാമതൊരു സ്ത്രീക്ക് വരുത്തരുത് എന്നതാണ് എൻ്റെ അപേക്ഷ. അതിനായി ഇതിന് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാരോടുള്ള എൻ്റെ അപേക്ഷ കൃത്യമായി ഇതിന് ഉത്തരവാദികളായ ഓഫീസർമാരെ കൃത്യമായ ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. DDPയും വേറെ കുറേ പേരും ഉണ്ട്. പിന്നെ ഈ ശ്യാമും ഇവന്മാരെല്ലാം ഒരു സെറ്റാ. ഇവന്മാരെല്ലാം കൂടെ ചേർന്നുള്ള കൈയാണ് ഇവളടുത്ത് ഇത്ര ഇങ്ങനെ പെരുമാറുന്നത്. അതാണ് അവർക്ക് ഇത്രയും വിഷമം ഉണ്ടായത്. സംഭവത്തിൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻ K. ഷീബയാണ് അന്വേഷിക്കുക. 2 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. അന്വേഷണം ഊർജിതമാക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയതായി വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഇന്ദിരാ രവീന്ദ്രൻ പറഞ്ഞു. പരവൂർ നെടുങ്ങോലത്തെ അനീഷയുടെ വീട്ടിലെത്തിയ അവർ ബന്ധുക്കളുമായി കൂടിക്കാഴ്ച നടത്തി. കഴിഞ്ഞ 9 വർഷമായി APPയായി ജോലി ചെയ്ത് വരികയായിരുന്നു അനീഷ്യ. ന്യൂസ് 18 കൊല്ലം.